welcome to Elance Commerce Edge. നമ്മൾ CAT എക്സാമിനേഷന് വേണ്ട ലൈവ് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന പേപ്പറിനകത്തുള്ള MCQs ആണ്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് CAT എക്സാമിനേഷനകത്ത്. നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് സെഷനകത്താണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് വരുന്നത്. ദാറ്റ് ഈസ് ആഫ്റ്റർനൂൺ സെഷനകത്താണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. 100 മാർക്കാണ് ടോട്ടൽ സെക്കൻഡ് സെഷനകത്ത് വരുന്നത്. അതിനകത്ത് 50 മാർക്കുകൾ നമ്മൾ ഈ ഒരു പേപ്പറിനകത്താണ് ചോദിക്കുന്നത് അല്ലേ. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിനകത്ത് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ടാക്സ് വരുന്നുണ്ട് അല്ലേ. അതേപോലെ ഇൻകം ടാക്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററി, അതിനകത്തുള്ള ബേസിക് ടേംസ്, അതേപോലെ അതിനകത്ത് നമുക്ക് ഹെഡ്സ് ഓഫ് ഇൻകംസ് 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് നമുക്ക് പഠിച്ചു പോകാനുണ്ട് അല്ലേ. സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്, ആൻഡ് PGBP അല്ലേ, പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അവിടെ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക്. ദെൻ കസ്റ്റംസ് ലോ അതിനകത്ത് വരുന്നുണ്ട്. GST വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. GST വരുന്നുണ്ട്. GSTയുടെ കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു പേപ്പറിനകത്ത് പഠിക്കാനുണ്ട്. സോ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്നുള്ള പേപ്പറിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് MCQs ആണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാ ആളുകളും മാക്സിമം ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ CAT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ CMA കാറ്റ് എക്സാമിന്, CMAയുടെ കാറ്റ് എക്സാമിന്, ICMAയുടെ കാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവ് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, ഇപ്പോൾ എക്സാമിനേഷൻ വരുന്നത് ഫെബ്രുവരി 4-ാം തീയതി സൺഡേ ആണ്. ഓൺലൈൻ എക്സാമിനേഷനാണ്. ഹോം ബേസ്ഡ് ആണ്. നമുക്ക് ഇത്തവണ കൂടി ഹോം ബേസ്ഡ് ആണ് തന്നിട്ടുള്ളത്. വിച്ച് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, എവിടുന്ന് വേണമെങ്കിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് വി ഹാവ് ടു യൂസ്, നമ്മൾ എന്ത് ചെയ്യണം, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യണം, ഇത് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. സോ 2 സെഷൻസ് ആയിട്ടാണ് എക്സാം വരുന്നത്. മോർണിംഗ് സെഷനകത്ത് നമുക്ക് 2 പേപ്പേഴ്സാണ് വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതേപോലെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും, അതേപോലെ അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോയും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവിൽ വന്നിട്ടുള്ള ആളുകളൊന്നും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ MCQസിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് the rate of tax leviable on winning from lotteries. വിന്നിങ് ഫ്രം ലോട്ടറിയിൽ ലെവി ചെയ്യേണ്ട ടാക്സ് എന്താണ്, എത്ര ശതമാനം ടാക്സ് ആണ് ലോട്ടറി ഇൻകത്തിനകത്ത് നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം ചാർജ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ഇൻകത്തെ 5 ഹെഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സാലറി വരുന്നുണ്ട്, സാലറി ഒരു ഹെഡാണ്. ഹൗസ് പ്രോപ്പർട്ടി വരുന്നുണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. റെൻറ്റ് റിസീവ്ഡ് അല്ലേ, നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള റെൻ്റാണ് നമ്മൾ അവിടെ ഇൻകം ആയിട്ട് പരിഗണിക്കേണ്ടത് പ്രധാനമായിട്ടും. ദെൻ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ വരുന്നുണ്ട് അല്ലേ, പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ വരുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ അല്ലേ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗെയിൻ ആണെന്ത്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനും അവിടെ പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഹെഡാണെന്ത്, അതർ സോഴ്സസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലോട്ടറി ഇൻകം കമ്മിങ് അണ്ടർ അതർ സോഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള മേൽപ്പറഞ്ഞ 4 ഹെഡിലും വരാത്ത എല്ലാ ഇൻകവും അതർ സോഴ്സിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ലോട്ടറി എന്ന് പറഞ്ഞാൽ അതർ സോഴ്സിനകത്ത് വരുന്ന ഒരു ഇൻകമാണ്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ ഇൻകത്തിന് മുകളിൽ എത്ര ശതമാനം ടാക്സ് ഈടാക്കുന്നുണ്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം? 10 ഉണ്ട്, 15 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്. ഒബ്വിയസ്ലി ചില ആളുകൾക്കെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇൻകം ടാക്സ് റേറ്റ് ഓഫ് ലോട്ടറി ഇൻകം, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യപ്പെടുന്ന എത്രയാണ്? 30% ആണ് ടാക്സ് വരുന്നത് അല്ലേ. 30% ആണ് ടാക്സ് ഈടാക്കുന്നത് ലോട്ടറി ഇൻകത്തിന്. സോ അതർ സോഴ്സ് എന്നുള്ള ഒരു ഹെഡ് വായിക്കുക, അതിനകത്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ലോട്ടറി ഇൻകത്തിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് 30% എന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റിനകത്തേക്ക് പോവാണ്. ദാറ്റ് ഈസ് ആകാശ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ പെൻഷൻ ഓഫ് rupees
6,000 per month from a private company. സോ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു എംപ്ലോയിക്ക് ലഭിക്കുന്ന ബെനഫിറ്റ് ആണെന്ത്? റിട്ടയർമെൻറ്റ് ബെനഫിറ്റാണ് ആക്ച്വലി പെൻഷൻ എന്ന് പറഞ്ഞാൽ. മന്ത്ലി 6,000 റുപ്പീസ് ഇയാൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 6,000 റുപ്പീസ് പെൻഷനായിട്ട് ലഭിക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്നാണ്. ഹി ഗെറ്റ്സ് 60% ഓഫ് ദ പെൻഷൻ കമ്മ്യൂട്ടഡ് ആൻഡ് റിസീവ്ഡ് 3,60,000. 3,60,000 രൂപ ഇയാൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിച്ചു. സോ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻഷൻ എമൗണ്ട്, നമുക്ക് കിട്ടാനുള്ള പെൻഷൻ, ടോട്ടൽ പെൻഷൻ ഫണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വാങ്ങിക്കുന്നു. നോർമലി പെൻഷൻ നമുക്ക് മന്ത്ലി ആണ് കിട്ടുക. മന്ത്ലി പെൻഷൻ ടാക്സബിൾ ആണ്, ഫുള്ളി ടാക്സബിൾ ആണ്. സാലറി എന്ന ഹെഡിൽ അത് ടാക്സബിൾ ആയിട്ട് നമ്മൾ കാണിക്കണം. ടാക്സബിൾ ഇൻകം ആണെന്ത്? മന്ത്ലി പെൻഷൻ. എന്നാൽ ഒരു എംപ്ലോയിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങാം, ഒരുമിച്ച് വാങ്ങിക്കാം. ഇനി നമുക്ക് കിട്ടാനുള്ള ടോട്ടൽ പെൻഷൻ ഫണ്ടിനകത്തുനിന്ന്, ടോട്ടൽ പെൻഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു സെർട്ടൈൻ പെർസെൻറ്റേജ് എമൗണ്ട് ഒരുമിച്ച് വാങ്ങിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമൊക്കെ വരികയാണെങ്കിൽ, മാരേജ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ ഈ ഫണ്ട് നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ. അങ്ങനെ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുന്നത്, ഇയാൾ കമ്മ്യൂട്ട് ചെയ്യുന്നു. നോക്കൂ, ടോട്ടൽ പെൻഷൻ്റെ ഏകദേശം ടോട്ടൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ 60% ആണ് ഇയാൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുന്നത്. അപ്പോൾ ഇയാൾക്ക് 3,60,000 രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹി ഓൾസോ റിസീവ്സ് ഗ്രാറ്റുവിറ്റി കൂടി വാങ്ങിയിട്ടുള്ള ആളാണ് അല്ലേ. നമുക്കറിയാം ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു റിട്ടയർമെൻറ്റ് ബെനഫിറ്റ് ആണ്. ഗ്രാറ്റുവിറ്റി എപ്പോഴാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ഒരുപാട് കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു എമൗണ്ടാണ്. ഒരുപാട് കാലം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് ലഭിക്കുന്നത്. സോ ഗ്രാറ്റുവിറ്റി കൂടി റിസീവ് ചെയ്യുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആൻഡ് ടാക്സബിൾ പോർഷൻ ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ വിൽ ബി, നമ്മളോട് ഈ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിയ പെൻഷൻ എത്ര ടാക്സബിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ ഇയാൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത് 3,60,000 രൂപയാണ്. ഓക്കെ, 3,60,000 അയാൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. എന്തായിരുന്നു നമ്മുടെ റൂള് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുന്ന പെൻഷൻ നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് എക്സംപ്റ്റ് ചെയ്യേണ്ടത്? കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ടോട്ടൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ 1/3 എക്സംപ്റ്റ് ചെയ്യാം. 1/3 നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം ഇഫ് ഹി ഓൾസോ റിസീവ്സ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ ഇദ്ദേഹം ഗ്രാറ്റുവിറ്റി കൂടി വാങ്ങുന്ന ആളാണ്. അപ്പോൾ നമുക്ക് 1/3 എക്സംപ്റ്റ് ചെയ്യാം. ടോട്ടൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ ആണ്. എങ്ങനെയാണ് ടോട്ടൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ കണ്ടുപിടിക്കുക? ഇയാൾ 60% കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിയപ്പോൾ 3,60 കിട്ടി. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ 60%, ഈ 3,60,000 എന്ന് പറയുന്നത്. നമുക്കത് ആ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കമ്മ്യൂട്ടഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? റിസീവ് ചെയ്ത എമൗണ്ട് എടുക്കുക, 3,60,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി അല്ലേ. അതായത് 60% എന്ന് പറയുന്നത് ഇൻറ്റു 60/100 ആണ് അല്ലേ. നേരെ തിരിച്ച് വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക്. സോ ഓക്കെ, വി ഗോട്ട് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദി കമ്മ്യൂട്ടഡ് പെൻഷൻ. 3,60,000 ഇൻറ്റു 100/60, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ലക്ഷം രൂപയുണ്ടാവും. സോ ടോട്ടൽ വാല്യൂ ഓഫ് ദ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. ഇദ്ദേഹത്തിന് ഇനി ടോട്ടൽ പെൻഷൻ എന്നുള്ള ഫണ്ടിലുള്ള ടോട്ടൽ എമൗണ്ട് 6 ലക്ഷം രൂപയാണ്. അതിൻ്റെ എത്ര എക്സംപ്റ്റ് ചെയ്യാം മാഡം? നമുക്ക് എത്ര എക്സംപ്റ്റ് ചെയ്യാം? എത്രയ്ക്ക് അയാൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല? ദാറ്റ് ഈസ് 1/3 ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 6 ലക്ഷത്തിൻ്റെ 1/3 കാൽക്കുലേറ്റ് ചെയ്യണം. 6 ലക്ഷത്തിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 lakh. അപ്പോൾ 2 lakh നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. നോക്കണമേ, 2 lakh എക്സംപ്റ്റ് ചെയ്യാം. 2 lakh എക്സംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എത്രയാണ് ടാക്സബിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. 3,60 മൊത്തം റിസീവ് ചെയ്തിട്ടുണ്ട്. 3,60,000 റിസീവ് ചെയ്തിട്ടുണ്ട്. മൈനസ് എക്സംഷൻ ഞാൻ കുറച്ചു. അപ്പോൾ ബാലൻസ് വരുന്നത് 1,60,000 രൂപയാണ്. സോ ദ ആൻസർ ഈസ് എ ആണ് വരിക, 1,60,000. 1,60,000 ആണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. 1/60 ആൻസർ ആയിട്ട് കൊടുക്കുക കേട്ടോ. 1,60,000 ആൻസർ ആയിട്ട് കൊടുക്കുക. സോ നിങ്ങൾ പെൻഷൻ എന്നുള്ള ഒരു ഏരിയ നിങ്ങൾ പഠിക്കണം. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുന്ന പെൻഷൻ എക്സംപ്റ്റ് ചെയ്യാം. ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ 1/3 ഓഫ്
1/3. ഗ്രാറ്റുവിറ്റി കിട്ടാത്ത കേസിൽ എന്ത് ചെയ്യുക? 1/2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 1/2 നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം ഗ്രാറ്റുവിറ്റി കിട്ടാത്ത കേസിൽ. ഇവിടെ ഗ്രാറ്റുവിറ്റി കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ 1/3 എടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡ് സാലറീസ്. സാലറീസ് എന്ന ഹെഡിൽ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് ചോദിച്ചത്. സാലറി ഇൻകം മാത്രമുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് അയാൾക്ക് ഒരു വർഷം ലഭിക്കുന്ന സാലറി ഇൻകത്തിനകത്ത് ഒരു സെർട്ടേൺ എമൗണ്ട് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് ആക്ടിൽ. ഇപ്പോൾ പുതിയ റെജിമിലേക്ക് കൂടി അത് ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. 40 ഉണ്ട്, നേരത്തെയുള്ള റേറ്റ് ആണ് 40 തന്നിട്ടുണ്ട്, 50 ഉണ്ട്, 70 ഉണ്ട്, 60 ആൻഡ് സ്റ്റിൽ നൗ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ദ ആൻസർ ഈസ് 50,000. 50,000 രൂപയാണെന്ത് ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൺ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, സാലറിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയാണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ദാറ്റ് ഈസ് സാജൽ ഈസ് ദ ഓണർ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി കവേർഡ് അണ്ടർ ദ റെൻറ്റ് കൺട്രോൾ ആക്ട്. മുനിസിപ്പൽ വാല്യൂ ഓഫ് ₹30,000 and actual rent 25,000, fair rent 36,000 and the standard rent is 28,000. The gross annual value of the house property will be. നമ്മൾ GAV ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്ന വാല്യൂ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. MRV അല്ലെങ്കിൽ മുനിസിപ്പൽ വാല്യൂ 30,000, ആക്ച്വൽ റെൻറ്റ് കിട്ടിയ വാടക 25,000, FRV അല്ലെങ്കിൽ ഫെയർ റെൻറ്റ് 36,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 25,000. ഇത്രയും ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? ഇതിനകത്ത് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ത് ചെയ്യണം? ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഹൗ ടു കാൽക്കുലേറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ. എങ്ങനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേഷൻ. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം എടുക്കേണ്ടത് MRV or SRV whichever is higher. ഇതിനകത്ത് ഏറ്റവും വലുത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. MRV എത്രയാണ്? മുനിസിപ്പൽ വാല്യൂ 30,000 രൂപയുണ്ട് അല്ലേ? 30,000 ഉണ്ട്. ആൻഡ് FRV 36,000 ഉണ്ട്. 36,000. ഇപ്പം ഇതിനകത്ത് ഏതാ വലുത്? 36,000 ആണ്. 36,000. ഓർ ഇതിനെ ടോട്ടൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ കിട്ടിയ എമൗണ്ടിനോട് നമ്മൾ എന്ത് ചെയ്യുക? SRV whichever is less. അപ്പോൾ എത്ര SRV നോക്കണം? സ്റ്റാൻഡേർഡ് റെൻ്റ് എത്രയാണ്? 28,000 രൂപയാണ്. whichever is less. അപ്പോൾ 36,000 ഓർ 28,000 whichever is less. എടുക്കാൻ നമുക്ക് ദാറ്റ് ഈസ് 28,000 ആണ്. ഈ എമൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ERV എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അപ്പോൾ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? MRVയെയും SRVയെയും കമ്പയർ ചെയ്യാം. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിനെയും SRV സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവിനെയും കമ്പയർ ചെയ്യാം. FRV ആണ് ഇവിടെ. FRV ഫെയർ റെൻ്റൽ വാല്യൂ ആണ്. MRV ഓർ FRV അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിനെയും ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏരിയയിൽ കിട്ടിയേക്കാവുന്ന റെൻ്റ് ഉണ്ട്, ഫെയർ റെൻ്റൽ വാല്യൂ. സോ MRV FRV എടുത്തിട്ട് അതിനകത്ത് ഏതാണോ വലുത് അതിനെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 30,000 MRV ഉണ്ട്, 36,000 FRV ഉണ്ട്. അതിനകത്ത് വലുത് 36,000 ആണ്. എന്നാൽ ഈ FRV അല്ലെങ്കിൽ MRV whichever is higher എടുത്തു കഴിഞ്ഞാൽ 36,000 എടുത്തു കഴിഞ്ഞാൽ അതെന്തുമായിട്ട് കമ്പയർ ചെയ്യണം? നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യണം, SRVയുമായിട്ട് കമ്പയർ ചെയ്യണം. സോ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഏതാണോ ചെറുത് അതാണ് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ SRVയുടെ മുകളിലോട്ട് ഒരിക്കലും ERV പോകാൻ പാടില്ല. സോ SRV ഇവിടെ 28,000 ഉള്ളൂ. സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത് 28,000 രൂപ മാത്രമേ ഉള്ളൂ. സോ 36,000 അല്ലെങ്കിൽ 28,000 whichever is less ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ERV ആയിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 28,000 കിട്ടി. ERV നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുന്നു. ERV കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഒന്നുകൂടി പറയാം. MRV or FRV whichever is higher or SRV whichever is less.
അതിനകത്ത് ലെസ് എടുക്കുക. ദാറ്റ് വി ഗോട്ട് 28,000. 28,000 രൂപ നമുക്ക് എന്ത് കിട്ടിയടാ? ERV കിട്ടി. ഇനി കിട്ടിയ ERV നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എത്രയാണ് ആക്ച്വൽ റെൻറ്റ് നോക്കൂ. ആക്ച്വൽ റെൻറ്റ് 25,000 വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. ഇതിനകത്ത് ഏറ്റവും വലുത് എടുക്കുക. അതായിരിക്കും നമ്മുടെ എന്താണ് പറയുന്നത്, GAV എന്ന് പറയുന്നത്. ഇപ്പോൾ 25, 28 വലുതെന്ന് പറയുന്നത് 28,000. സോ 28,000 നമ്മൾ GAV ആയിട്ട് എടുക്കേണ്ടത്. സോ യുവർ ആൻസർ ഈസ് 28,000 rupees. ഓക്കെ, 28,000 രൂപയാണ് നമുക്ക് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഹൗസ് പ്രോപ്പർട്ടിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേഷൻ ഓഫ് GAV എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആ ഇക്വേഷൻ കൂടെ നോക്കുക. MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ ആണ്, ഓർ SRV വിച്ച് എവർ ഈസ് ലെസ് എടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ ERV ആയിട്ട് വെക്കും. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ERV നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ വലുത് അതാണ് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ERV ആണ് വലുത്, 28,000. സോ 28,000 ആണെന്ത് നമ്മുടെ ആൻസറായിട്ട് വരേണ്ടത്. 28,000 നമ്മുടെ ആൻസറായിട്ട് വരേണ്ടത്. ഓക്കെ, സോ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ നമ്മൾ ഇതിനകത്ത് വാക്കൻസി പീരീഡിലെ കാര്യങ്ങൾ, വാക്കൻ്റ് ആകുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ റെൻ്റായിട്ട് മാത്രമാണ് GAV ആയിട്ട് എടുക്കേണ്ടത്. ദെൻ മുനിസിപ്പൽ ടാക്സ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് നെറ്റ് ആനുവൽ വാല്യൂ ആണെന്നുള്ള കാര്യവും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യവും പഠിച്ചു നോക്കണം. ആ ഒരു ഏരിയയ്ക്കകത്തുനിന്ന് എന്തെല്ലാമാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് സെക്ഷൻ 24 സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് എന്തെല്ലാമാണ് കുറയ്ക്കുന്ന കാര്യങ്ങൾ അവിടെ നോക്കി വെക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അഞ്ചാമത്തെ ചോദ്യം, വെൻ ദ നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി ബിക്കം നെഗറ്റീവ്. എപ്പോഴാണ് ഒരു ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേഷനകത്ത് നെറ്റ് ആനുവൽ വാല്യൂ നെഗറ്റീവ് ആവുന്നത്? നെഗറ്റീവ് മീൻസ് മൈനസ് ഫിഗർ ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? ആനുവൽ വാല്യൂ നോർമലി എപ്പോഴും പോസിറ്റീവ് ഫിഗർ ആയിരിക്കും, അല്ലെങ്കിൽ 0 ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? 0 ആവാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാറില്ല, പൊതുവേ പോകാറില്ല. അപ്പോൾ എപ്പോഴാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്, നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. സോ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 ആർ മോർ ദാൻ ഇൻകം. നോക്കൂ, ഡിഡക്ഷൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇൻകം ടാക്സ് കാൽക്കുലേഷനകത്ത് ഡിഡക്ഷൻസ് പറഞ്ഞാൽ ഇൻകം എത്രയാണോ ഉള്ളത് അതുവരെ മാത്രമേ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മൈനസ് ആക്കാൻ പറ്റില്ല. 0 വരെ മാത്രമേ നമ്മൾ പോവുള്ളൂ. സോ ഡിഡക്ഷൻസ് എത്ര കൂടിയാലും ഒരിക്കലും മൈനസ് ഫിഗറിലേക്ക് പോവില്ല. വെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ആർ മോർ ദാൻ ഗ്രോസ് ആനുവൽ വാല്യൂ, ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. അവിടെ നമുക്ക് മൈനസ് ഫിഗറിലേക്ക് പോവില്ല. ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ അവിടെ 0 ആക്കും. അടുത്ത വർഷത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം, നമുക്കത് മൈനസ് ആയിട്ട് വരില്ല. വെൻ ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ്, വെൻ ദ ഹൗസ് പ്രോപ്പർട്ടി വാസ് വേക്കൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. വേക്കൻ്റ് ആണെങ്കിൽ നമ്മളത് 0 ആയിട്ടാണ് കണക്കാക്കുക. പക്ഷേ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസിൽ നെഗറ്റീവ് ആവാറുണ്ട്. ദിസ് ഈസ് ദ ആൻസർ. എപ്പോഴാണെന്നറിയാം, നമ്മൾ ലോൺ എടുത്തിട്ടാണ് ആ വീട് വെച്ചതെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ നില്ലാണ്. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ നില്ലാണ്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്റ്റിംഗ് ദ ഹൗസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 നിന്നും ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഫിഗർ കിട്ടാറുണ്ട്. സോ ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആയിരിക്കുമ്പോഴാണ് നെഗറ്റീവ് ആവാനുള്ള സാധ്യത ഉള്ളത്. GAV നെഗറ്റീവ് ആവാനുള്ള സാധ്യത വരുന്നത്. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 6th ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി? ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇറ്റ് ഈസ് സെക്ഷൻ അണ്ടർ സെക്ഷൻ 24. ഓക്കെ, അണ്ടർ സെക്ഷൻ 24 പ്രകാരം എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം, എത്ര % ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക ആനുവൽ വാല്യൂവിനകത്ത്? സോ ഇറ്റ് ഈസ് 50% ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ട്, 70% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഉണ്ട്, 30% ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ട്, ആൻഡ് അഗെയിൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഉണ്ട്. ദ ആൻസർ ഈസ് ദ ലാസ്റ്റ് വൺ. മാറിപ്പോവരുത്. ഇറ്റ് ഈസ് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. നോക്കൂ, ഇവിടെ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ ആണോ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ ആണോ? അപ്പം നമുക്കറിയാം ഡിഡക്ഷൻ വരുന്നത് 24-ലെ ഡിഡക്ഷൻ വരുന്നത് നെറ്റ് ആനുവൽ വാല്യൂ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ 24-ലെ ഡിഡക്ഷൻ ചെയ്യുമ്പോൾ അത് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ച ഗ്രോസ് ആനുവൽ വാല്യൂ GAVക്കകത്ത് നിന്ന് മുനിസിപ്പൽ ടാക്സ് കൂടെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുക.
സോ നിങ്ങൾ മുനിസിപ്പൽ ടാക്സ് കൂടെ കുറച്ച് കിട്ടുന്ന എമൗണ്ടിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ചാർജ് ചെയ്യേണ്ടത്, ഈ ഒരു ഡിഡക്ഷൻ ചാർജ് ചെയ്യേണ്ടത്. സോ മാറിപ്പോകരുത്. 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഓർത്ത് വെക്കുക, നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ മുകളിലാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഹൂ ഷാൾ ഇഷ്യൂ ദ TDS സർട്ടിഫിക്കറ്റ്? TDS സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? നോക്കൂ, TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ് അല്ലേ. സോ എന്താണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഇൻകം റിസീവ് ചെയ്യുന്ന ആളാണെങ്കിൽ, സാലറി ആയിക്കോട്ടെ റെൻ്റ് ആയിക്കോട്ടെ, ഇൻകം വാങ്ങുന്ന സമയത്ത് ആ ഇൻകം നിങ്ങൾക്ക് തരുന്ന ആൾ, പേ ചെയ്യുന്ന ആൾ, ആ എമൗണ്ട് പേ ചെയ്യുന്ന ആൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സെർട്ടേൺ പെർസെൻറ്റേജ് എമൗണ്ട് ഇൻകം ടാക്സ് ആയിട്ട് ഈടാക്കും. ടാക്സ് ആയിട്ട് എടുത്തിട്ട് അവർ നേരെ എന്ത് ചെയ്യും, നിങ്ങളുടെ പാൻ നമ്പറിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുക, ഗവൺമെൻറ്റിലേക്ക് ആ എമൗണ്ട് അടയ്ക്കുകയാണ് ചെയ്യുക. പിന്നീട് ഈ TDS നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. എനിവേ സാലറിയുടെ കൂടെ TDS ഉണ്ടാവാറുണ്ട്. സാലറി നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ഇൻകം ടാക്സ് സ്ലാബിന് മുകളിലേക്കുള്ള ഇൻകം ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും സാലറി തരുന്ന സമയത്ത് അവർ ഈ ടാക്സ് സെർട്ടൺ പെർസെൻറ്റേജ് കട്ട് ചെയ്തിട്ട് ബാക്കിയേ നമുക്ക് തരുള്ളൂ. അതാണ് TDS. TDS നമ്മളായിരുന്നു പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ള സാലറി 100 രൂപയാണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ പറയുകയാണ്, അതിനകത്ത് നിന്ന് 5 രൂപ TDS പിടിച്ചു, 95 മാത്രമാണ് തരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ TDS സർട്ടിഫിക്കറ്റ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യണം. TDS ഇത്രയാണ് എമൗണ്ട് കട്ട് ചെയ്തിട്ടുള്ളത്, ആ ഇൻഫർമേഷൻസ് എല്ലാം വെച്ചുള്ള TDS സർട്ടിഫിക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യണം. സോ ഈ TDS സർട്ടിഫിക്കറ്റ് ആരാണ് തരേണ്ടത്? ഡിഡക്ടർ ആണ് തരേണ്ടത്. ദാറ്റ് ഈസ് ഡിഡക്ടർ ഈസ് ദ ആൻസർ, റൈറ്റ് ആൻസർ. ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഡിഡക്ടർ ആൻഡ് ഡിഡക്റ്റ് ഒരിക്കലും വരില്ല, നൺ ഓഫ് ദി അബവ്. ഡിഡക്ടർ ആണ് നമ്മൾ ആൻസർ ആയിട്ട് വേണ്ടത്. അതായത് ആരാണോ TDS നമ്മളെ അടുത്ത് നിന്ന് പിടിക്കുന്നത്, നമുക്ക് കിട്ടാനുള്ള സാലറിയിൽ നിന്നും ആരാണ് TDS പിടിക്കുന്നത്? എംപ്ലോയർ ആയിരിക്കുമല്ലോ ചെയ്യുന്നുണ്ടാവുക അല്ലേ. സോ ആ എംപ്ലോയർ ആണ് നമുക്ക് എന്ത് തരേണ്ടത്? TDS സർട്ടിഫിക്കറ്റ് തരേണ്ടത്. ഓക്കെ. TDS പിടിക്കണമെങ്കിൽ നമുക്ക് ടാൻ നമ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. എനിവേ TDS പിടിച്ചു കഴിഞ്ഞാൽ ഡിഡക്ടർ എന്ത് ചെയ്യണം? ആ എമൗണ്ട് കൃത്യമായിട്ട് നമ്മുടെ പേരിൽ ആർക്കാണോ ഇൻകം കൊടുക്കാനുള്ളത് അവരുടെ പേരിൽ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ. അതിന് അവർ എന്ത് ചെയ്യണം? TDS സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഓക്കെ. നെക്സ്റ്റ് വൺ GST എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. IGST ഈസ് പേബിൾ വെൻ ദ സപ്ലൈ ഈസ് ഡാഷ്. എന്താണ് IGST എപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. IGST എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷനകത്തേക്ക് IGST എപ്പോഴാണ് കയറി വരുന്നത്? നമുക്കറിയാം ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്, ഇൻട്രാ-സ്റ്റേറ്റ് ഉണ്ട്, ഇൻട്രാ-UT യൂണിയൻ ടെറിട്ടറി ഉണ്ട്, ആൾ ഓഫ് ദി അബവ് ഉണ്ട്. സോ IGST എപ്പോഴാണ് വരുന്നത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്നാണ്. അതായത് രണ്ട് സ്റ്റേറ്റുകൾ പരസ്പരം ട്രാൻസാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുള്ളൂ? IGST വരുള്ളൂ. ഇൻട്രാ-സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് ഗുഡ്സ് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇൻട്രാ-സ്റ്റേറ്റ് ആണ്. അവിടെ നമുക്ക് IGST വരില്ല. നേരെ മറിച്ച് ചെന്നൈയിൽ നിന്ന് നമുക്ക് ഗുഡ്സ് വരുന്നു കോഴിക്കോടേക്ക്, അത് ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ട് മാറും. സോ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ആരുണ്ടാവില്ല? IGST വരും. സോ IGST എപ്പോഴാണ് വരുന്നത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയിലാണ്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അത് സപ്ലൈക്കകത്താണ് ആര് വരിക? IGST വരിക. സോ IGST എപ്പോഴാണ് വരിക എന്നുള്ള ഓർത്ത് വെക്കുക. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയിലാണ് IGST വരുന്നത്. ഇൻട്രാ സ്റ്റേറ്റിലല്ല കേട്ടോ, ഇൻ്റർ സ്റ്റേറ്റിലാണ് വരുന്നത്. Then 9th question, what are the taxes levied on an intra-state supply? So what is intra-state? That is inside the state ആണ്. ഇൻസൈഡ് ദ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ അകത്താണ് സപ്ലൈ നടക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന ടാക്സുകൾ ഏതൊക്കെയാണ്? GSTക്കകത്ത് വരുന്ന ടാക്സുകൾ ഏതൊക്കെയാണ്? രണ്ട് ടാക്സുകൾ വരും അല്ലേ. ദാറ്റ് ഈസ് CGST ആൻഡ് SGST വരും അല്ലേ. രണ്ടും വരും, CGSTയും വരും SGSTയും വരും. ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെടുക. ടോട്ടൽ 18% ആണെങ്കിൽ അത് 9 CGSTയും 9 SGSTയും ആണ് വരിക അല്ലേ. അതായത് CGST മീൻസ് സെൻട്രൽ GST ആണ്, അതേപോലെ SGST മീൻസ് സ്റ്റേറ്റ് GST ആണ് വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ ഒരു ഇൻട്രാ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിനകത്ത് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് CGST ഉണ്ടാവും, SGST ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കാം. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണെങ്കിൽ അവിടെ വരുന്നത് IGST ആണ് വരിക. ഓക്കെ.
Then time of supply means സപ്ലൈയുടെ ടൈം എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ടൈമാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടത്? ഓപ്ഷൻ എ, ദ പോയിന്റ് ഇൻ ടൈം വെൻ GST ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ സപ്ലയർ ഓഫ് ഗുഡ്സ്. അതായത് GST കൊടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്, ഒന്നാമത്തെ ഓപ്ഷനകത്ത്. രണ്ടാമത്തെ ഓപ്ഷനകത്ത് ദ പോയിന്റ് ഇൻ ടൈം വെൻ GST ഈസ് ആക്ച്വലി പെയ്ഡ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻപുട്ട് ക്രെഡിറ്റ് input actually paid after taking input credit by the supplier of goods or service. So input credit എല്ലാം ചെയ്തതിന് ശേഷം ആ GST അടയ്ക്കുന്നു, ആ സമയമാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ബി ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻ സി, ദ പോയിന്റ് ഇൻ ടൈം വെൻ ഗുഡ്സ് ഹാവ് ബീൻ ഡീംഡ് ടു ബി സപ്ലൈഡ് ഓർ സർവീസ് ഹാവ് ബീൻ ഡീംഡ് ടു ബി പ്രൊവൈഡഡ്. അതായത് നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ടൈം, അതായത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്ന ടൈം അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് മറ്റൊന്ന് സി പറഞ്ഞിട്ടുള്ളത്. ഡി, ദ പോയിന്റ് ഇൻ ടൈം വെൻ GST റിട്ടേൺ ഈസ് ഫയൽഡ് ബൈ ദ സപ്ലയർ ഓഫ് ദ ഗുഡ്സ്. ഈ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന ടൈമാണ് മറ്റൊന്നിൽ, അതായത് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആക്ച്വലി ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക? ദ ടൈം ഓഫ് സപ്ലൈ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ഗുഡ്സ് നമ്മൾ എപ്പോഴാണോ കസ്റ്റമർക്ക് കൈമാറുന്ന ടൈം ഉണ്ടാവില്ലേ, ഓണർഷിപ്പ് കൈമാറുന്ന ടൈം, ദാറ്റ് ഈസ് വാട്ട് ടൈം ഓഫ് സപ്ലൈ അല്ലേ. അല്ലാണ്ട് GST ഫയൽ ചെയ്യുന്ന ടൈമോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന ടൈമോ അല്ല എടുക്കേണ്ടത്. നമ്മൾ ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്ന, ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്ന ആ ടൈമാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടാക്സേഷൻ? ടാക്സേഷൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? എന്തിനാണ് നമ്മൾ ടാക്സേഷൻ ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റിനകത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടാക്സേഷൻ? ടു ഫണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു പർപ്പസാണ് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിന് വേണ്ട ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. രണ്ട്, ടു റീഡിസ്ട്രിബ്യൂട്ട് വെൽത്ത്. തീർച്ചയായിട്ടും ഗ്രാജുവലി അല്ലെങ്കിൽ വളരെ സ്ലോയിൽ ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്ന ആൾ ഇൻകം ടാക്സ് കൂടുതൽ കൊടുക്കും. ആ ടാക്സ് അയാളുടെ അടുത്ത് നമ്മൾ ഗവൺമെൻറ് വാങ്ങിച്ചിട്ട് അത് പൊതുവായിട്ട് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ചിലവാക്കുക. നല്ല റോഡുകൾ, ഹെൽത്ത് അല്ലേ, എഡ്യൂക്കേഷനിലേക്ക്, ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് ചിലവാക്കുക. സോ വെൽത്ത് അവിടെ നിന്ന് എടുത്ത് നീന്നു എല്ലാ ആളുകൾക്കും അതിൻ്റെ ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുന്നു. സോ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ട്? ടാക്സേഷൻ സഹായിക്കുന്നുണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ സഹായിക്കുന്നുണ്ട്. ടു റെഗുലേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ടാക്സ് സഹായിക്കുന്നുണ്ട്. ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിലൂടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ റെഗുലേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, മീൻസ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഗവൺമെൻറ് എന്തിനാ കണക്കും കാര്യങ്ങളും ലഭിക്കും. അപ്പോൾ മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റിയിലും ഒരു കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഗവൺമെൻറ്റിലേക്ക് എത്തും ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, ടാക്സ് അടയ്ക്കാൻ വേണ്ടി അവർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദി അബവ് എന്ന ലാസ്റ്റ് ഓപ്ഷൻ. സോ ഇത് നമ്മൾ 3 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 3 ഓപ്ഷൻ എന്താണ്? ഇൻകം ടാക്സ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ആയിട്ട് നമുക്ക് പറയാം. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് ടാക്സ് എന്നാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. ഏതാണ് ഡയറക്റ്റ് ടാക്സ്? താഴെ പറയുന്നവയിൽ നോക്കൂ. വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്, വാറ്റ് ഉണ്ട്. വാറ്റ് അറ്റ് പ്രസൻറ്റ് നമ്മുടെ രാജ്യത്തില്ല അല്ലേ. അതൊരു ആക്ച്വലി ഇറ്റ് ഇസ് എൻ ഇൻഡയറക്റ്റ് ടാക്സ്. GSTക്ക് മുമ്പേ ഉണ്ടായിരുന്നതാണ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് വരുന്നുണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട്. എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിലും സെയിൽസ് ടാക്സ് ആണെങ്കിലും വാറ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണ്. ആൻഡ് നൗ ദ ഇൻകം ടാക്സ്, ഇതാണ് ഡയറക്റ്റ് ടാക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. സോ ആക്ച്വലി ടാക്സ് ഇസ് എ റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്. ടാക്സ് ഇന്ത്യയിൽ 2 തരത്തിൽ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സ് ആയിട്ടും ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടും. ഡയറക്റ്റ് ടാക്സ് മീൻസ് ആർക്കാണോ ലയബിലിറ്റി ഉള്ളത്, ടാക്സ് അടയ്ക്കാൻ ആർക്കാണോ ലയബിലിറ്റി ഉള്ളത് അതിൻ്റെ ബേർഡനും അദ്ദേഹത്തിന് തന്നെ ഉണ്ടാവും. അതായത് അദ്ദേഹം തന്നെ ടാക്സ് അടയ്ക്കുകയും അതിൻ്റെ കണക്ക് കാര്യങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. സോ ഓക്കെ, സോ ഇവിടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. GST എന്ന് പറഞ്ഞാൽ എന്താണ്? GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്? GST ആക്ച്വലി കൺസ്യൂമർ ബയറാണ്, അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ആ ഒരു പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുന്ന ആളാണ് ടാക്സ് അടയ്ക്കുന്നത്. നമ്മൾ 10 രൂപയുടെ സാധനത്തിന് അത് GST കൂടി അടയ്ക്കുന്നുണ്ട്. ബട്ട്
ആ ഒരു എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത് അതിൻ്റെ ബേർഡൻ കാര്യങ്ങളൊക്കെ വരുന്നത് ആർക്കാണ്? സപ്ലയർക്കാണ് അല്ലെങ്കിൽ സെല്ലർക്കാണ്. സെല്ലറാണ് ഈ എമൗണ്ട് ഓഫ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതും അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതും സെല്ലറാണ്. അവിടെ രണ്ട് പാർട്ടി വരുന്നുണ്ട്. ലയബിളായിട്ടുള്ള ആളല്ല ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് അടയ്ക്കുന്നത്. സോ GST ഈസ് ഇൻഡയറക്റ്റ് ടാക്സ് വേർ ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് GST? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, എല്ലാ ആളുകൾക്കും ഇത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. ഫൈൻ. 14ാമത്തെ ചോദ്യം, ഇൻ വിച്ച് കൺട്രി വാസ് ദ GST സിസ്റ്റം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്? GST സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഏത് രാജ്യത്താണ് ആദ്യമായിട്ട് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, USA ഒബിയസ്ലി നമുക്ക് സംശയം തോന്നാം, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ജർമ്മനി ഉണ്ട്, കാനഡ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഏതാണ് ആദ്യമായിട്ട് GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജ്യം? ദാറ്റ് ഈസ് ഫ്രാൻസ്. ഫ്രാൻസ് ആണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ. GST ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജ്യം ഫ്രാൻസ് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഗിഫ്റ്റ് ഇൻ എ ഇയർ എക്സീഡിങ് ₹50,000 എക്സെപ്റ്റ് ഗിഫ്റ്റ് ഫ്രം certain relatives and gift on certain specified occasion will be taxed under. അതായത് 50,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് എക്സംപ്റ്റഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതർ സോഴ്സ് പഠിക്കുന്ന സമയത്ത്. 50,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് എക്സംപ്റ്റഡ് ആണ്. ഇനി അത് റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ചില പ്രത്യേക ഒക്കേഷൻസ്, കല്യാണം, മാരേജ് പോലെയുള്ള ചില ഒക്കേഷൻസിനകത്ത് നമുക്ക് ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ തോന്നുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16, GST ഈസ് എ കോംപ്രഹെൻസീവ് ടാക്സ് റെജീം കവറിങ് എന്തെല്ലാമാണ്? അതായത് GST എന്ന ടാക്സ് റെജീം എന്തെല്ലാം കവർ ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ഉണ്ട്, സർവീസ് ഉണ്ട്, ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ട്, ഗുഡ്സ്, സർവീസ് ആൻഡ് ഇമ്പോർട്ട്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടി പാടില്ല. GST കവർ ചെയ്യുന്നത്, ഈ ടാക്സ് റെജീം കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഇത് കവർ ചെയ്യുന്നത്. ഒബ്വിയസ്ലി
ഗുഡ്സും സർവീസും അല്ലേ, ഗുഡ്സ് സർവീസാണ് GST കവർ ചെയ്യുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസാണ് ഓർത്ത് വെക്കാം. ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഗുഡ്സ് സർവീസ് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗുഡ്സ് സർവീസാണ് പർട്ടിക്കുലർലി നമ്മളതിൽ കവർ ചെയ്യപ്പെടുന്നത്. സോ ഗുഡ്സ് ആൻഡ് സർവീസാണ് റൈറ്റ് ആൻസർ. നിങ്ങൾ അതാണ് ഓപ്ഷനകത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17. The term GSTIN is ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിക്കൽ നമ്പർ ഉണ്ട്. ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻവിസിബിൾ നമ്പർ ഉണ്ട്. ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ, ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. GSTയുടെ ഫുൾ ഫോം വരുന്നത്, GSTINൻ്റെ ഫുൾ ഫോം വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ആൽഫ ന്യൂമറിക് നമ്പറാണ് നമുക്ക് GSTIN ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ 17th ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ആൻഡ് ഓപ്ഷൻ നമ്പർ 18, ദാറ്റ് ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ ഈസ്. GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അതിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത് ആരാണെന്നാണ് ചോദ്യം. സോ ഇതെല്ലാ ആളുകളും പഠിച്ചു വെക്കുക. മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഉണ്ട്, ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വന്നിട്ടുണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിനാൻസ് വന്നിട്ടുണ്ട്, നൺ ഓഫ് ദി അബവ് വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ അല്ല GST കൗൺസിലിൻ്റെ ചെയർപേഴ്സണായിട്ട് അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ശ്രദ്ധിക്കേണ്ടടാ, ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് വരുന്നത് കേട്ടോ. കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഇല്ല, ഇപ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമനാണ് എന്ത് വരുന്നത്, ഓണറബിൾ മിനിസ്റ്ററാണ് നമ്മുടെ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഒരിക്കലും അതിനകത്ത് വരില്ല. ഓക്കെ, സോ ദാറ്റ്സ് ആൻസർ. 18ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഓപ്ഷൻ വരുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. Question number 19, as per section 14 of Customs Act 1962, transaction value shall also include, in addition to the price, any amount paid or payable for cost and service including. Section 14 of Customs Act 1962 transaction value എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വരുന്നുണ്ട് ട്രാൻസാക്ഷൻ വാല്യൂനകത്ത്. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് ചാർജ്, റോയൽറ്റീസ് ആൻഡ് ലൈസൻസ് ഫീ, ആൻഡ് ഐ തിങ്ക് ഓൾ ഓഫ് ദി അബവ്. എല്ലാ കോസ്റ്റും കൂടെ കൂട്ടിയതാണെന്ത് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. സോ കസ്റ്റംസ് ആക്ടിനകത്ത് ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് കണക്കാക്കേണ്ടത് ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് ആഡ് ചെയ്യപ്പെടണം. എഞ്ചിനീയറിംഗ് ചാർജോ റോയൽറ്റീസോ ലൈസൻസ് ഫീയോ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, then question number 20, as per section 14 of the Customs Act 1962, സെയിം സെക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസാക്ഷൻ വാല്യൂ ഷാൾ നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. നോക്കണേടാ, ഇതിനകത്ത് ഇതിലേത് ഉൾപ്പെടുത്തരുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ചോദ്യം മാറിപ്പോയത്. നേരത്തെ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമ്മീഷൻ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് ചാർജ്, റോയൽറ്റി, ലൈസൻസ് ഫീ ഒക്കെ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സെക്ഷൻ 14 പ്രകാരം എന്ത് ഉൾപ്പെടുത്തരുത് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ ടൈം എടുത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസറിലേക്ക് പോകാം അല്ലേ. നമുക്ക് 2 hours ഉണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. 120 മിനിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റിന് മുകളിൽ 1.2 minutes ആണ് കിട്ടുന്നത്. സോ വി ഗോട്ട് 1 minute. അപ്പോൾ അറിയാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ബാക്കിയുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം, സമയമെടുത്ത് ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മൾ ആൻസർ കൊടുക്കുക കേട്ടോ. ചില ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചിലത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ, വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അതും നമുക്ക് ആ ഒരു ടൈം കൂടി കണക്കാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്തു പോവുക. നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50% മാർക്ക് സ്കോർ ചെയ്യുന്നതാണ് ഒരു സബ്ജക്റ്റിനകത്ത്. ഒന്നിനകത്ത് മീൻസ് അഗ്രിഗേറ്റ് നമുക്ക് 50 വേണം, ഒന്നിനകത്ത് മിനിമം 40 വേണം. അപ്പോൾ അത് വിട്ടു പോകരുത്. അത് മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സപ്ലിമെൻ്ററിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ചോദ്യം ആസ് പെർ സെക്ഷൻ 14 ഓഫ് കസ്റ്റംസ് ആക്ട് 1962 ട്രാൻസാക്ഷൻ വാല്യൂ ഷാൾ നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. എന്തെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്? ഹാൻഡ്ലിംഗ് ചാർജ് അറ്റ് എക്സ്പോർട്ട് സ്പോട്ട്. ഒബ്വിയസ്ലി ഹാൻഡ്ലിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാൻഡ്ലിംഗ് ചാർജ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ്
ഓക്കെ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വാല്യൂ ഓഫ് ദി ട്രാൻസാക്ഷൻ വാല്യൂവിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ഇൻഷുറൻസ്, ഒബിയസ്ലി ഇൻഷുറൻസ് നമ്മൾ ഉൾപ്പെടുത്തണം. ബൈയിങ് ഏജൻറ്റ്സ് കമ്മീഷൻ, ഇവിടെ ബൈയിങ് ഏജൻസിൻ്റെ കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല ആസ് പെർ സെക്ഷൻ 14 ഓഫ് ദി കസ്റ്റംസ് ആക്ട്. സോ ബൈയിങ് ഏജൻറ്റ്സ് കമ്മീഷൻ നമ്മൾ അവിടെ ഒഴിവാക്കണം എന്ന് പഠിച്ചു വെക്കാം. Question number 21 for imported goods. Imported goods, the conversion in value shall be done with the reference to the rate of exchange prevalent on the date of filing of. ഏത് ഡേറ്റ്, അതായത് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ കേസിൽ കൺവേർഷൻ ഇൻ വാല്യൂ ഷാൾ ബി ഡൺ, അതായത് നമ്മുടെ ഫോറിൻ കറൻസി കൺവേർഷൻ, ആ വാല്യൂ കൺവേർഷൻ ഏത് ഡേറ്റിൻ്റെതാണ് എടുക്കേണ്ടതാണ് ചോദ്യം. ഏത് ഡേറ്റിലെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്? വിത്ത് റെഫറൻസ് ടു ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് പ്രിവാലന്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ബിൽ ഓഫ് എൻട്രി അണ്ടർ സെക്ഷൻ 46 വരുന്നുണ്ട്. ഷിപ്പിംഗ് ബില്ല് വരുന്നുണ്ട്, അതായത് വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അണ്ടർ സെക്ഷൻ 50 ഉണ്ട്. ബിൽ ഓഫ് എക്സ്പോർട്ട് ഉണ്ട്, അത് വെഹിക്കിളിൻ്റെ അണ്ടർ സെക്ഷൻ 50 വരുന്നുണ്ട്. ഐദർ ബി ഓർ സി. ഇതിനകത്ത് ഇമ്പോർട്ടാണ്, ശ്രദ്ധിക്കണം. ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എടുക്കേണ്ടത് ഡേറ്റ് വരുന്നത് ബിൽ ഓഫ് എൻട്രി അണ്ടർ സെക്ഷൻ 46 ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആണ്. ഇമ്പോർട്ട് ഗുഡ്സിൻ്റെ കേസിൽ ബിൽ ഓഫ് എൻട്രി അണ്ടർ സെക്ഷൻ 46 ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആണ് എടുക്കേണ്ടത്, മാറിപ്പോരുത് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ കേസിൽ. ആൻഡ് 22nd ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, 21-ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് ഫോർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ദ കൺവേർഷൻ ഇൻ വാല്യൂ ഷാൾ ബി ഡൺ വിത്ത് റെഫറൻസ് ദി റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് പ്രിവാലന്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ്. ബിൽ ഓഫ് എൻട്രി അണ്ടർ സെക്ഷൻ 46 ആണോ? സെയിം ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്, സെയിം ഓപ്ഷൻസ്. ഇതെല്ലാം നമുക്ക് ഒബ്വിയസ്ലി പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതെല്ലാം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇമ്പോർട്ടിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഡേറ്റ് എടുക്കുന്നത്. ഇമ്പോർട്ടിൻ്റെ കേസിലാണ്, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന കേസിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഷിപ്പിംഗ് ബിൽ, വെസൽസ് ഓർ എയർക്രാഫ്റ്റ് അണ്ടർ സെക്ഷൻ 50 ആൻഡ് ബിൽ ഓഫ് എക്സ്പോർട്ട് അണ്ടർ സെക്ഷൻ 50, ഇത് രണ്ടും നമുക്ക് പരിഗണിക്കാം. ഈ രണ്ട് ഡേറ്റ് ഇതിലേതാണോ, അല്ലേ, ഐദർ ബി ഓർ സി, ഇതിലേതെങ്കിലും ഒരു ഡേറ്റ് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് ഡി ആണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ഡി ആണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്, ഐദർ ബി ഓർ സി. ദാറ്റ് ഈസ് ഷിപ്പിംഗ് ബിൽ അണ്ടർ സെക്ഷൻ 50 അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് അണ്ടർ സെക്ഷൻ 50 എടുക്കുക. നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് പരിഗണിക്കുന്ന സമയത്ത് ആ ഡേറ്റ് എടുക്കേണ്ടത് ഈ രണ്ടിലേതെങ്കിലും ഒരു ഡേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 21st and 22nd റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അവിടെ നമ്മൾ ബിൽ ഓഫ് എൻട്രി ആണ് പരിഗണിക്കേണ്ടത് സെക്ഷൻ 46 പ്രകാരമുള്ള. എക്സ്പോർട്ടിൻ്റെ കേസിൽ ഷിപ്പിംഗ് ബില്ലാണ് എടുക്കേണ്ടത്, അണ്ടർ സെക്ഷൻ 50-ലുള്ള ബില്ലാണ്, ആ ഡേറ്റ് ആണ് എടുക്കേണ്ടത്. രണ്ട് തന്നതുകൊണ്ട് നമുക്ക് ഐദർ ബി ഓർ സി എന്നുള്ളത് ഓപ്ഷനായിട്ട് കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 23 ഫോർ ദ പർപ്പസ് ഓഫ് കസ്റ്റംസ് വാല്യുവേഷൻ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് മീൻസ് ദി റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് നോട്ടിഫൈഡ് ബൈ ഷാൾ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ആര് നോട്ടിഫൈ ചെയ്യുന്ന റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണ് എടുക്കേണ്ടത്? ദ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, CBIC, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI, നൺ ഓഫ് ദി അബവ്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്, ഒരു ചോദ്യമാണിത്. പല ആളുകളും തെറ്റി RBIക്ക് പോകാറുണ്ട്, RBIയിലേക്കൊക്കെ പോകാറുണ്ട്. RBI കറക്റ്റ് ആൻസർ അല്ല. വി ഹാവ് ടു ടേക്ക് ഇൻ ദ കേസ് ഓഫ് കസ്റ്റംസ് വാല്യുവേഷൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ആരതാടാ? CBICൻ്റെതാണ് എടുക്കേണ്ടത്, അല്ലേ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ അവർ നോട്ടിഫൈ ചെയ്യുന്ന റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. CBIC ആണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്, നോട്ട് ദി RBI. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷനോ അല്ലെങ്കിൽ RBI അല്ല വരിക, അതിനകത്ത് CBIC തന്നെയാണ് വരിക കേട്ടോ, കസ്റ്റംസിൻ്റെ കേസിൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എടുക്കുന്ന സമയത്ത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 24, ദ CBIC നോട്ടിഫൈസ് ദ റേറ്റ് പീരിയോഡിക്കലി ആൻഡ് ദർ ആർ സെപ്പറേറ്റ് റേറ്റ് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് എക്സ്പോർട്ട് ഗുഡ്സ്. ദ റേറ്റ് ഫോർ എക്സ്പോർട്ട് ഗുഡ്സ് ആർ, എക്സ്പോർട്ട് ഗുഡ്സിൻ്റെ റേറ്റ് നമ്മൾ തീരുമാനിക്കുന്നത് ഏതിലാണ്? ബൈയിങ് റേറ്റിലാണോ, സെല്ലിംഗ് റേറ്റിലാണോ, ആവറേജ് റേറ്റിലാണോ, നൺ ഓഫ് ദി അബവ് ആണോ? ആൻഡ് ദി ആൻസർ ഈസ് ബൈയിങ് റേറ്റ്. ഫോർ എക്സ്പോർട്ട് ദ റേറ്റ് ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ് ആർ ബൈയിങ് റേറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. എക്സ്പോർട്ട് ഗുഡ്സിൻ്റെ കേസിൽ ബൈയിങ് റേറ്റ് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, ബൈയിങ് റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സി നെക്സ്റ്റ് വൺ, ദ ടേം പ്രൊഡ്യൂസ്ഡ് ഇൻക്ലൂഡ്സ്. പ്രൊഡ്യൂസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടിക്കകത്ത് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. പ്രൊഡ്യൂസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രോൺ ആണോ, മാനുഫാക്ചർഡ് ആണോ, മൈൻഡ് ആണോ? മൈൻഡ് ചെയ്യുക അല്ലേ?
ആൻഡ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇനി ഗ്രോൺ നമ്മൾ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ ഗ്രോൺ എന്ന് പറയാം, നമുക്ക് വളർത്തിയ സാധനങ്ങൾ, കോപ്സ്. ഇതിലേതാണ് പ്രൊഡ്യൂസ്ഡ്? സോ ഹിയർ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഇതെല്ലാം നമുക്ക് പരിഗണിക്കാം. ഗ്രോൺ എന്ന് പറയാം, മാനുഫാക്ചർഡ് എന്ന് പറയാം, മൈൻഡ് ആണെന്ന് പറയാം. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ 25ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസിൻ്റെയും അതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷൻ കൂടി നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾ എക്സാമിന് തൊട്ട് മുമ്പായിട്ട്. സോ അതിലേക്ക് മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈവിലേക്ക് എത്തുക. ഈ ഒരു CIT എക്സാമിനേഷൻ ഈ ഫെബ്രുവരി 4-ാം തീയതി CIT എഴുതുന്ന ആളുകളൊക്കെ മാക്സിമം ആ ലൈവിലേക്ക് വരിക. മാക്സിമം ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ഇവിടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ് ഓൾ.